ഹലോ എവരി വൺ, ഇന്ത്യ റിയാലിറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരുപാട് പേര് ഞങ്ങളോട് ആവശ്യപ്പെട്ട ഒരു വീടിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷനും മറ്റ് ഡീറ്റെയിലുകളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന വീടിൻ്റെ പ്ലാനും അതിൻ്റെ എലിവേഷൻ്റെ ഡീറ്റെയിൽസുകളുമാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസ് നമുക്ക് ആദ്യം ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു കേരള ട്രഡീഷണലും മോഡേണും ടച്ചും വരുന്ന രീതിയിലാണ് നമ്മൾ ഈ വീടിൻ്റെ എലിവേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മെയിനായിട്ട് നമ്മൾ കൊടുത്തത് 3 കളർ പാറ്റേണുകളാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. മെയിൻ കളറായിട്ട് വരുന്നത് വൈറ്റ് ആണ്. അതിൻ്റെ കൂടെ നാച്ചുറൽ സ്റ്റോണിൻ്റെ ലാറ്ററൈറ്റ് ക്ലാഡിങ്ങും കൂടി ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞങ്ങൾ പില്ലേഴ്സിലൊക്കെ ബ്ലാക്ക് സ്റ്റോൺ കരിങ്കല്ല് ക്ലാഡിംഗ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ സിറ്റ് ഔട്ടിൽ നമ്മളൊരു സിമെൻറ്റ് ടെക്സ്ചറും കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 3 കളേഴ്സിൻ്റെ കോമ്പിനേഷനാണ് ഈ വീടിന് വരുന്നത്. പിന്നെ റൂഫിന് നമ്മൾ നാച്ചുറൽ കളർ തന്നെയാണ് കൊടുത്തത്. അത് സെറാമിക്കോ അല്ലെങ്കിൽ നാച്ചുറൽ റോഡോ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് നമ്മൾ നല്ലൊരു ലാൻഡ്സ്കേപ്പും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ബാംഗ്ലൂർ സ്റ്റോൺ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ പ്ലാനിൻ്റെ ഡീറ്റെയിലുകൾ നോക്കാം. ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഈ വീടിൻ്റെ പ്ലാൻ വരുന്നത്. ഇത് ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞു, ടോട്ടൽ 1200 സ്ക്വയർ ഫീറ്റ് ആണ് ഈ വീടിൻ്റെ പ്ലാൻ വരുന്നത്. ആദ്യം നമുക്ക് സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽ നോക്കാം. സിറ്റ് ഔട്ട് വരുന്നത് 204/401 എന്ന മെഷർമെൻറ്റിലാണ്. ഞാൻ ഈ മെഷർമെൻറ്റ് പറയുന്നത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ നമ്മളിത് മീറ്ററിലേക്ക് എന്ന് പറയുമ്പോൾ 2.4 4.1 അങ്ങനെയാണ് നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് വരുന്നത്. സിറ്റ് ഔട്ടിൽ നിന്ന് നേരെ കടന്നാൽ നമ്മൾ ലിവിങ് ഏരിയയിലേക്കാണ് എത്തുന്നത്. ലിവിങ് ഏരിയയുടെ സൈസ് ഞാൻ കൊടുത്തിട്ടുള്ളത് 262/347 എന്ന രീതിയിലാണ്. അവിടെ നമ്മൾ സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട്. അതിന് സ്ട്രൈറ്റ് വ്യൂവിലായിട്ട് നമ്മൾ TV യൂണിറ്റും സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ നേരെ കിടന്നാൽ ഒരു വലിയൊരു ഏരിയ ഡൈനിങ് ഏരിയക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറം തന്നെ പാഷോയിലേക്ക് സ്ലൈഡിങ് ഡോർസാണ് കൊടുത്തത്. ഫുൾ ഗ്ലാസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് ഒരുപാട് വെളിച്ചം ഡൈനിങ് ഏരിയയിലേക്ക് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. രാവിലെയൊക്കെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയാണ് നമ്മൾ ഈ പ്ലാനിൽ ഫോളോ ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ സൈസ് വരുന്നത് 595/312 എന്ന രീതിയിലാണ്. ഇനി ഡൈനിങ്ങിനോട് ചേർന്നിട്ട് തന്നെ നമ്മളൊരു ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണിലായിട്ട് നമ്മൾ കിച്ചൺ അറേഞ്ച് ചെയ്തതുകൊണ്ട് നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് നല്ലൊരു ആക്സസ് കിട്ടും. അപ്പോൾ ആ കിച്ചണിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ കിച്ചണിൻ്റെ സൈസ് വരുന്നത് 300/260 എന്ന സൈസിലാണ് കിച്ചൺ വരുന്നത്. കിച്ചണിൽ ഒരു 3 ഷട്ടർ വിൻഡോ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലും നല്ല രീതിക്ക് വെളിച്ചം കിട്ടുന്ന രീതിയിലാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിനോട് തൊട്ട് ചേർന്നിട്ട് ഒരു ചെറിയ വർക്ക് ഏരിയ ആണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈസ് വരുന്നത് 300/260 എന്നുള്ള രീതിയിലാണ് അതിൻ്റെ സൈസ് വരുന്നത്. ഇനി നമുക്ക് ബെഡ്റൂമിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ബെഡ്റൂം 1 എന്നുള്ളതിൻ്റെ സൈസ് നമ്മൾ കൊടുത്തത് 360/300 ആണ്. അതിനൊരു അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈസ് വരുന്നത് 150/212 എന്ന രീതിയിലാണ്. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ മറ്റൊരു ബാത്റൂമാണ് വരുന്നത്. അതിൻ്റെ സൈസും 150/212 ആണ്. ബാത്റൂം രണ്ടും അടുത്തടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് പ്ലംബിങ്ങിൻ്റെ കോസ്റ്റ് കുറഞ്ഞു കിട്ടാനുള്ള സാധ്യതയുണ്ട്. ബാത്റൂം കഴിഞ്ഞിട്ട് ബെഡ്റൂം 2 ആണ് നമ്മൾ കൊടുത്തിട്ടിരിക്കുന്നത്. ബെഡ്റൂം 2ൽ നിന്ന് കോമൺ ബാത്റൂമിലേക്ക് നല്ല രീതിക്ക് ആക്സസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് നമ്മളവിടെ കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂം 2ൻ്റെ സൈസ് വരുന്നത് 330/330 എന്നുള്ള സൈസാണ്. ഫീറ്റിലേക്ക് പറയുമ്പോൾ 11/11 എന്ന രീതിയിലാണ് ബെഡ്റൂം 2ൻ്റെ സൈസ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇനി വരുന്നത് ബെഡ്റൂം 3 ആണ്. ബെഡ്റൂം 3ൻ്റെ സൈസും 11/11, അതായത് 330/330 എന്നുള്ള സൈസിലാണ് കൊടുത്തത്. പിന്നെ നമ്മൾ ഈ ബെഡ്റൂമിൽ ഒരു ബേ വിൻഡോ കൂടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ സിറ്റ് ഔട്ടിനും ബെഡ്റൂം 3ൻ്റെയും ഇടയ്ക്ക് ഒരു ഗാർഡനിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ അവിടെ ബേ വിൻഡോ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പ്ലാന് ടോട്ടൽ വരുന്നത് 1200 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാനും ഇതിൻ്റെ എലിവേഷനും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ വീടെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്ലാനിൻ്റെതോ അതുപോലെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് എലിവേഷൻ എക്സ്റ്റീരിയർ 3D ഡിസൈൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ താഴെ കൊടുത്ത നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതാണ്. നിങ്ങളുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ എലിവേഷനും അല്ല നിങ്ങളുടെ പ്ലോട്ടിന് അനുയോജ്യമായ പ്ലാനും വേണമെങ്കിൽ നിങ്ങളുടെ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞങ്ങളുടെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ വീട് വെക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരിലേക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.